ദൈവാനുഗ്രഹം പ്രാപിക്കാൻ ആവശ്യമായ ചില സമയവും കാലവും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായി. അതുകൊണ്ട് തന്നെ അനുഗ്രഹത്തിൻ്റെ കാലങ്ങൾ, അതാണ് നമ്മൾ ആരാധനയിലെ വിഷയമാക്കുന്നത്. അനുഗ്രഹത്തിൻ്റെ കാലങ്ങൾ എപ്പോഴൊക്കെയാണ് ദൈവാനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്? ഏത് കാലത്താണ്? എങ്ങനെയാണ്? ഏത് കാലത്താണ് നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നത്? എപ്പോഴാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ദൂതൻ എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ദൈവാനുഗ്രഹത്തിൻ്റെ ദൂതൻ അനുഗ്രഹത്തിൻ്റെ കാലം വിളംബരം ചെയ്തുകൊണ്ട് എവിടെ എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു? നമ്മുടെ ജീവിതത്തിൽ. അതാണ് നമ്മുടെ ശുശ്രൂഷയുടെ സന്ദേശ വിഷയം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, പാപമോചനത്തിനായുള്ള മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം ഏറ്റുപറഞ്ഞ്, പാപമോചനത്തിനായുള്ള അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപകയോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. നമ്മുടെ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ജീവിത മരുഭൂമിയിൽ കർത്താവിൻ്റെ വചനം എപ്പോഴും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദൈവ സന്ദേശങ്ങൾ നമ്മൾക്കിങ്ങനെ 110-ാം സങ്കീർത്തനം പറയണ പോലെ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിലെ പ്രകാശവുമാണ്. പാതയിലെ പ്രകാശം കാലത്തിനൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കാം. കർത്താവിൻ്റെ ഓരോ വചനവും പ്രകാശത്തിൻ്റെ സ്രോതസ്സാണ്. അവിടുന്ന് ചുരുൾ നിവർത്തിയപ്പോൾ പ്രകാശം ചുരിഞ്ഞെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. അതുകൊണ്ട് ഓരോ വചനവും, ദൈവത്തിൻ്റെ ഓരോ വചനവും കാലപ്രകാശമാണ്. ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ പ്രകാശിക്കുന്ന വചനം ഏതാണ്? മരുഭൂമിയാണ്. മരുഭൂമിയിലാണ് ദൈവസാന്നിധ്യം പ്രത്യക്ഷപ്പെടുന്നത്. എങ്ങനെ? സ്നാപകൻ്റെ വേഷത്തിലെ. നമ്മുടെ മരുഭൂമിയിലെ സ്നാപകൻ്റെ വേഷത്തിലാണ് ആദ്യമായി ദൈവസാന്നിധ്യം പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് മരുഭൂമിയെ അതിജീവിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കും. അതാണ് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. എന്താ നമ്മൾ വായിച്ചത്? പാപമോചനത്തിനായുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പം നമ്മുടെ ജീവിതം ഇപ്പോൾ ഡള്ളാണ്. മരുഭൂമിയുടെ അവസ്ഥയാണ്. രോഗമാണ്, വരുമാന മാർഗ്ഗമില്ല, സമാധാനമില്ല, സന്തോഷമില്ല, ഹൃദയത്തിന് കുടുംബത്തിന് സമാധാനമില്ല. ഇങ്ങനെ ഒരു വല്ലാത്തൊരു മരുഭൂമി. പ്രത്യേകിച്ച് തണൽ മരങ്ങളൊന്നുമില്ല കയറി നിൽക്കാൻ. നമ്മളെ സപ്പോർട്ട് ചെയ്തവരെ, നമ്മളെ സന്ധിക്കുന്നവരെ, സംരക്ഷിക്കുന്നവരെ, തണലും കുളിർക്കാറ്റുമൊക്കെ ജീവിതത്തിൻ്റെ വെയിലിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മരങ്ങൾ ചില സമയത്ത് വെട്ടിമാറ്റപ്പെടും. ചിലപ്പോൾ ആൾ മരിച്ചു പോകും. നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, അപ്പനായാലും അങ്കിളായാലും ആൻറ്റി ആയാലും ചില സമയത്തും അവർ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകും. അപ്പം നമുക്ക് തണലില്ല. നമ്മൾ മരുഭൂമിയായി. ഈ മരുഭൂമിയാകുമ്പോൾ നമ്മൾ ഉടനെ നിരാശപ്പെട്ടോ, ആൻറ്റി മരിച്ചു പോയല്ല, അങ്കിൾ മരിച്ചു പോയല്ല, അപ്പം മരിച്ചു പോയല്ല, ഇനി ആരുണ്ട്, എന്ത്, ഇങ്ങനെ നമ്മൾ സങ്കടപ്പെട്ട് കിടക്കും. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഇതാണ്. ഈശോ ഒരു വാക്ക് ഇടക്ക് പറഞ്ഞേ, നിങ്ങൾ ഭൂമിയിൽ ആരെയും അപ്പാ എന്ന് വിളിക്കേണ്ടെന്ന്.
അപ്പനല്ലാത്തതുകൊണ്ടല്ല, അപ്പൻ്റെ സ്ഥാനത്ത് നിങ്ങളെ ആശ്രയം വെക്കേണ്ടത് ദൈവത്തെ മാത്രമാണെന്നാണ്. ഇപ്പോൾ 10-ാം അധ്യായമില്ലേ, മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 23-ാമത്തെ വാക്യം, നിങ്ങൾ ഭൂമിയിൽ ഏറ്റു പറഞ്ഞ് നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്. അപ്പൻ്റെ സ്ഥാനത്ത്, കാരണം നമ്മുടെ അപ്പന്മാർ ഒക്കെ ഒരു ടൈം കഴിയുമ്പോൾ അവരുടെ സമയം പൂർത്തിയാക്കി അവർക്ക് പിരിഞ്ഞു പോകേണ്ടി വരും. പിന്നെ നിലനിൽക്കുന്നത് എന്താണ്? പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഐസേക്ക് വെളിപാട് കൊടുക്കുമ്പോൾ അവൻ നിത്യനായ പിതാവ്, സമാധാന പ്രഭു എന്നൊക്കെ പറയണത്. അവൻ നിത്യനായ പിതാവ്. പിതാവെന്ന് പറയുമ്പോൾ ബൈബിൾ എപ്പോഴും പറയും കാലികമായ പിതാക്കന്മാരുണ്ട് മനുഷ്യർക്ക്, പിന്നെ നിത്യനായ പിതാവുണ്ട്. ഈശോനെക്കുറിച്ച് പറയണത് അവൻ നിത്യനായ പിതാവെന്നാണ്. ആരെല്ലാം മരിച്ചാലും കർത്താവിനും മരണമില്ലാതെ നിലനിൽക്കും. അതുകൊണ്ടാണ് അവിടത്തേക്കിനും മരണമില്ലെന്ന് പൗലോസ് പറയണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ദൈവമേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, 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 ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഏശയ്യ 9:6 ഇപ്പോൾ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ നിത്യനായ പിതാവ്, സമാധാന പ്രഭു. അപ്പോഴിപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ അപ്പൻ്റെ സ്ഥാനത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, സന്ധിക്കുന്ന, സംരക്ഷിക്കുന്ന ആരായാലും ഇവരാരും നിത്യമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് പറയണം. അപ്പൻ്റെ സ്ഥാനത്ത് ആരെയും ആശ്രയിക്കരുത്. അതുകൊണ്ടാണ് നിത്യനായ പിതാവ്. ഇപ്പം ദൈവത്തിൽ ആശ്രയിക്കാത്തവർക്ക് ശൂന്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനുഷ്യന്മാരിങ്ങനെ വിയോഗം പ്രാപിച്ചു കഴിയുമ്പോൾ ഒന്നുമില്ലായ്മയാകും. ഇതാണ് മരുഭൂമി എന്ന് പറയണത്. ഇങ്ങനെ നിൻ്റെ ജീവിതത്തിൽ ഒരു മരുഭൂമിയാണ് ഇപ്പോഴെങ്കിൽ ഇതിനെ തരണം ചെയ്യാൻ, ഇത് ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മരുഭൂമി വരണത്, അല്ലാതെ ശാപമായിട്ടൊന്നുമില്ല, ഭാഗമായിട്ട് പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ മർക്കോസ് 1:4 മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ആരാണ്? അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അനുതാപത്തിൻ്റെ ഇപ്പം മരുഭൂമിയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? അനുതാപമാണ്. മരുഭൂമിയെ അതിജീവിക്കാനുള്ള ഇപ്പം ഒരു തണലില്ലാത്ത അവസ്ഥ രോഗമാണ്. ഇപ്പം ചില പറഞ്ഞില്ല അച്ഛാ, രോഗം വന്നു കഴിഞ്ഞാൽ ചെറിയ മനുഷ്യരല്ല, വലിയ മനുഷ്യർക്കും രോഗങ്ങളെ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ എത്രയോ വലിയ സെലിബ്രിറ്റികൾക്ക് ഈ രോഗം വന്നു അല്ലേ? കുറേ പേരൊക്കെ രക്ഷപ്പെട്ടു, ദൈവത്തിന് നന്ദി. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു കാലം ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ? ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല, ഏതെങ്കിലും ഒരു മരുഭൂമിക്കാലം. പക്ഷേ ഈ കാലം വരുമ്പോൾ നമുക്ക് ചെയ്യാവുള്ളത് എന്താണ്? മരുഭൂമിയിൽ എപ്പോഴും വരണതാരാണ്? അനുദപിക്കാൻ. നീ ദൈവപൈതലാണെങ്കിൽ നിനക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? അനുദപിക്കുക. അതാണ് അനുതാപത്തിൻ്റെ ജ്ഞാനസ്ഥാനം പ്രസംഗിച്ചുകൊണ്ട് വിശുദ്ധ സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പം ലോക്ക്ഡൗണിൻ്റെ കാലം ഇപ്പോൾ 8 മാസമായി. നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് 2 മാസം കൊണ്ട് അവസാനിക്കുമെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴും പറയണത് മിക്കവാറും അടുത്ത മാർച്ച് വരെ പോകും. അടുത്ത മാർച്ച്
ഇപ്പോൾ മാർച്ച് ടു മാർച്ച് മരുഭൂമിയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താ? ദൈവസന്ധിപ്പ് ലഭിക്കാനുള്ള അനുതാപമാണ്. അനുതാപത്തോടുകൂടി, അനുതാപം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ചുമ്മാ നമ്മൾ പാപത്തെക്കുറിച്ചുള്ള ഒരു ദുഃഖവും സങ്കടവും അല്ല ഉദ്ദേശിക്കുന്നത്. അനുതാപത്തിന് എപ്പോഴും അനുതാപത്തിൻ്റെ പ്രവർത്തികളുണ്ട്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. പ്രാക്ടിക്കലായിട്ട് കൺട്രീഷൻ വർക്കൗട്ട് ചെയ്യണത്, അനുതാപം വർക്ക് ചെയ്യണത് അധരം കൊണ്ടല്ല. അനുതാപത്തിന് അനുതാപത്തിൻ്റെ പ്രവർത്തികളുണ്ട്. അതിലൂടെ നമ്മൾ ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ആരാണെന്ന് എനിക്കറിയാൻ പറ്റും. ഈ നമുക്കറിയാം സുവിശേഷം എഴുതപ്പെട്ടിരിക്കുന്നത് തന്നെ ആർക്ക് വേണ്ടിയാണ്? ബൈബിള് എന്ന് പറയുമ്പോൾ ഉടനെ പറയാൻ ക്രിസ്ത്യാനികളുടെ വേദപുസ്തകം അല്ലേ? ദൈവം ഒന്നേ ഉള്ളൂ, വേദപുസ്തകം ഒന്നേ ഉള്ളൂ. ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്ന ആർക്കാണ്? എല്ലാ ജനങ്ങൾക്കും വേണ്ടി എഴുതിയിരിക്കുന്ന വചനമാണ്. അനുതപിക്കാൻ വചനം ആവശ്യപ്പെടുന്ന ആരോടാണ്? ക്രിസ്ത്യൻസിനോടാണോ? അല്ലെങ്കിൽ യഹൂദരോടാണോ? അല്ല, മുസ്ലിംസിനോടും ഹിന്ദുസിനോടും ലോകത്തിലുള്ള പാർസികളോടും എല്ലാവരോടും കൂടിയാണ് ദൈവവചനം ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ആരും അങ്ങനെ ധരിധരിക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ വചനം മനുഷ്യരാശിക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. അത് എല്ലാവർക്കും വേണ്ടിയാണ്. ഇപ്പോൾ എത്രയോ പേരാണ് ഈ വചനം അക്രൈസ്തവർ കേൾക്കുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ അനുതാപത്തിൻ്റെ സുവിശേഷ ജ്ഞാനസ്ഥാനത്തിന് വേണ്ടി പ്രഭാഷണം കഴിഞ്ഞപ്പോൾ എന്താണ്? ജനക്കൂട്ടം അവൻ്റെ അടുത്തേക്ക് വന്നതാണ്. അല്ലാതെ യഹൂദർ വന്നതെന്നല്ല പറയണത്. ജനക്കൂട്ടം അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ജനക്കൂട്ടം ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അനുതാപത്തിൻ്റെ ജ്ഞാനസ്ഥാനം അങ്ങ് പ്രസംഗിച്ചു, ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ജനക്കൂട്ടത്തോടാണ് ദൈവവചനം പറയണത്. അതിൻ്റെ അകത്ത് അക്രൈസ്തവരുണ്ട്, അല്ല ആ യഹൂദന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. പട്ടാളക്കാർ റോമക്കാരാണ്, ചുങ്കക്കാർ അവരും റോമക്കാരാണ്. ഇവരാരും യഹൂദരല്ല. ദാറ്റ് മീൻസ് എൻ്റയർ പബ്ലിക്കിനോടാണ് സംസാരിക്കുന്നത് കർത്താവിൻ്റെ വചനം. അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന അക്രൈസ്തവരൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ബൈബിളിലെ അനുഗ്രഹം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് ദൈവത്തിൻ്റെ എല്ലാ മക്കൾക്കും വേണ്ടിയുള്ളതാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യോഹന്നാൻ്റെ അനുതാപത്തിന് വേണ്ടിയുള്ള ആഹ്വാനം, ദൈവവചന പ്രഘോഷണം കഴിയുമ്പോൾ ജനങ്ങൾ വന്ന് ചോദിക്കുന്നതാണ്. യോഹന്നാൻ 3:10 അല്ല, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 10-ാം വാക്യം. ജനക്കൂട്ടം അവനോട് വന്ന് ചോദിച്ചു. അല്ലാതെ യഹൂദന്മാരൊന്ന് ചോദിച്ചു, ക്രിസ്ത്യൻസ് വന്ന് ചോദിച്ചു, അങ്ങനെയല്ല. ഇത് എൻ്റയർ കമ്മ്യൂണിറ്റി പബ്ലിക് വന്ന് ചോദിക്കുകയാണ്, പൊതുജനം വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു മരുഭൂമിയുടെ അവസ്ഥയാണ് നിങ്ങളെങ്കിൽ, കർത്താവിൻ്റെ ദൈവികമായ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വാട്ട് വി ഷുഡ് ഡു, അതാണ് ചോദിക്കണവരെ. അപ്പോൾ അനുതാപത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് യോഹന്നാൻ പറയും, നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പറയും. എന്ത് ജാതിയായാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും, ക്രിസ്ത്യാനിയാണെങ്കിൽ അല്ലെങ്കിലും, യു മസ്റ്റ് ഷെയർ. തണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം, വിഭവങ്ങളെ ഷെയർ ചെയ്യണം. പച്ചൻ്റെ വചനം കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ വചനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കുള്ളത് ഇല്ലാത്തവരെ പങ്കുവെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ബ്ലെസ്ഡ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ട് ദൈവ മനസ്സനുസരിച്ചുകൊണ്ട് ഇല്ലായ്മക്കാരുമായി എൻ്റെ ഉണ്മ എനിക്കുള്ളത് പങ്കുവെക്കാനുള്ള അഭിഷേകം നൽകണമേ. ശ്രുതികടേ ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണതല്ല വിഷയം. ഇപ്പോൾ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എല്ലാം അതിൻ്റെ അകത്തുള്ളതാണ്.
ഇപ്പം നമ്മൾ ഒരുത്തന്നെ ജോലി വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അല്ലെങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഒരു PSC ടെസ്റ്റ് തന്നെ അവർ മറന്നിരിക്കുകയാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത അനുതാപ പ്രവർത്തനമാണ്. ഒരു നേഴ്സിംഗ് പരീക്ഷ വരുന്നു, അത് മറന്നിരിക്കുന്നവരെ നിങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യണില്ലേ, നിങ്ങൾ എഴുതണില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഭക്ഷണത്തിനുള്ള മാർഗം കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം എന്നിട്ട് ദൈവനാമത്തിൽ അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴികളാണ് അച്ഛൻ പറയണത്. ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുമ്പോൾ ഭക്ഷണത്തിനുള്ള വഴികൾ കാണിച്ചു കൊടുക്കണം. അല്ല ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണമല്ല വിഷയം. ഏതെല്ലാം മാർഗത്തിലൂടെ ആ കുടുംബത്തെ കരകയറ്റി കൊണ്ടുവരാൻ പറ്റും അത് കാണിച്ചു കൊടുക്കണം. അത് ദൈവനാമത്തിലാകുമ്പോൾ അത് അനുതാപത്തിൻ്റെ പ്രവർത്തനമാകും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഇതൊക്കെ എല്ലാവരും ചെയ്യണ കാര്യങ്ങളാണ്. മനുഷ്യന്മാരൊക്കെ പകുതി മുക്കാലും നല്ല മനുഷ്യരാണ്. കുറച്ച് പേർക്ക് മാത്രമേ മറ്റുള്ളവർ നന്നാകുന്നതിലുള്ള നെഞ്ചുവേദനയൊക്കെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ 60% മനുഷ്യരും നല്ല മനുഷ്യരാണ്. പക്ഷേ പ്രോബ്ലം അതല്ല പ്രശ്നം. ഇങ്ങനെ ചെയ്യണ കാര്യം അവരുടെ ക്രെഡിറ്റിലാണ് അവർ ചെയ്യണത്. ഞാനല്ലേ നിനക്ക് ജോലി വാങ്ങിച്ചതെന്നും പറഞ്ഞുകൊണ്ട് മരണം വരെ അവരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കും. അപ്പോഴത് നമ്മുടെ ക്രെഡിറ്റിലായി. നമുക്ക് സഹായിക്കാൻ അവസരം കിട്ടി, സഹായിച്ചു, ദാറ്റ്സുള്ളേ. പിന്നെ നമ്മൾ അതിൻ്റെ പങ്ക് പറ്റാൻ വേണ്ടി അവരുടെ ബഹുമാനവും ആദരവൊക്കെ പറ്റാൻ വേണ്ടി നടക്കുമ്പോഴാണ് അത് നമ്മുടെ വകുപ്പിലായി പോകുന്നത്. മറിച്ച് അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുമ്പോഴാണ് അനുതാപത്തിൻ്റെ അനുഗ്രഹമായി വരുന്നത്. അതായത് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ നമ്മളത് ചെയ്യുമ്പോൾ ദൈവനാമത്തിൽ ചെയ്യണമെങ്കിൽ വലിയ അനുഗ്രഹം ലഭിക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഇങ്ങനെയുള്ള സൽപ്രവൃത്തികൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി അനുതാപ പ്രവർത്തനങ്ങൾ പോലെ ചെയ്ത് കൃപ പ്രാപിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് അച്ഛൻ എന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന് അറിയാവോ? അതായത് അക്രൈസ്തവ സഹോദരങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾക്കും കൂടി രക്ഷപ്പെടാനും അനുഗ്രഹം പ്രാപിക്കാനും വേണ്ടിയുള്ള ദേവവചസ്സുകളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതെന്ന് മനസ്സിലാക്കണം. ഇപ്പം അതിനകത്ത് ചുങ്കക്കാർ വരുന്നില്ല. ചുങ്കക്കാർ ശരിക്കും പറഞ്ഞാൽ ബൈബിൾ ഓഡിയൻസ് അല്ല, യഹൂദന്മാരാണ് ബൈബിൾ ഓഡിയൻസ്. ഇപ്പം യഹൂദന്മാരായാലും ക്രൈസ്തവരായാലും അവരെല്ലാം സപ്ലൈ ഓഫീസിൻ്റെ ചുമതലയേ ഉള്ളൂ. ദൈവം കൊടുത്തിരിക്കുന്ന സംഭവം ജനങ്ങൾക്ക് വിതരണം ചെയ്യുക. ആ ജനങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ പട്ടാളക്കാരുണ്ട്. പട്ടാളക്കാർ വന്ന് ചോദിച്ചു, ഇപ്പം 3:14 ലുക്കായുടെ സുവിശേഷം 3, ആ പട്ടാളക്കാർ മൊത്തം റോമക്കാരാണ്. അവർ വന്ന് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, ഗുഡായിസം കാണിക്കരുത്, കൊട്ടേഷൻ പരിപാടിയൊന്നും കാണിക്കരുത്, മസിൽ പവറൊന്നും കാണിക്കരുത്, ദാർഢ്യം കാണിക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ മനുഷ്യനോട് മാർദ്ദവത്തോടെ മനുഷ്യത്വത്തോട് പെരുമാറണത് പോലും ദൈവനാമത്തിൽ കാഴ്ചവെച്ച് കഴിയുമ്പോൾ നമ്മുടെ ആത്മാവ് ശക്തിപ്പെടും. പ്രാർത്ഥിക്കുക, കർത്താവേ, മറ്റുള്ളവരോട് ദാർഢ്യമില്ലാതെ ഈശോയെ ഹൃദയംഗമായിട്ട് പെരുമാറി എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ.